20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിൽ കോട്ടയം, എറണാകുളം, തൃശൂർ, കൊല്ലം ജില്ലകളിൽ നിന്നും കുടിയേറി പാർത്ത ജനതയുടെ നാട് ഹൈറേഞ്ച്. മഞ്ഞിനോടും മണ്ണിനോടും വന്യമൃഗങ്ങളോടും മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച കുടിയേറ്റ ജനതയുടെ സ്വപ്നഭൂമി. പുലരി വീഴുന്ന ബാങ്കുവിളിക്ക് ശേഷം ഉയരുന്ന നാമസങ്കീർത്തനങ്ങളും അതിനപ്പുറം കേൾക്കുന്ന പള്ളിമണിയും കേട്ടുകൊണ്ടിരുന്ന മതസൗഹാർദ്ദതയുടെ വിളനിലം. പായസവും പാച്ചോറും നെയ്ച്ചോറും ഒരേ മനസ്സോടെ പങ്കിട്ട് ഒന്നായി തീരുന്ന ഈ നാടിന്റെ ഹൃദയമാണ് തലയെടുപ്പോടെ നിൽക്കുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും. എന്ത് മനോഹരമായ പഞ്ചായത്താണല്ലേ! അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കണ്ടേ? അവിടുത്തെ വികസനങ്ങൾ നമുക്കറിയണ്ടേ? അവിടുത്തെ ജനനന്മ അത് നമുക്കറിയണ്ടേ? നാട്ടിലെ ആളുകൾ ഉണരും മുമ്പേ വൃത്തിയുള്ള ഗ്രാമം ഒരുക്കുന്നത് പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികളാണ്. ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എല്ലാ ടൗണുകളും അവർ വൃത്തിയാക്കുന്നു. ഈ നാടിന്റെ വികസനത്തെപ്പറ്റി പ്രസിഡന്റ് തന്നെ ആദ്യം സംസാരിക്കട്ടെ. 2020 നമ്മുടെ ഈ LDFന്റെ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നത്. ആ സമയത്തെല്ലാം കോവിഡിന്റെ അതിപ്രസരങ്ങളായിരുന്നു. എങ്കിലും നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ച് കോവിഡ് മഹാമാരിയെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് തന്നെ CFLTC തുടങ്ങി. അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ സെന്റർ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ നെടുങ്കണ്ടം പഞ്ചായത്ത് അല്ലാതെ പുറത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ധാരാളം രോഗികൾ നമ്മൾ അവിടെ കരുണാശുപത്രിയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അതിൻ്റെ പ്രകാരം എന്തായാലും മരണനിരക്ക് തന്നെ വളരെ കുറവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ കാലഘട്ടത്തിലും നമ്മളെല്ലാം പ്രതിസന്ധിയും തരണം ചെയ്താണ് നമ്മുടെ ഈ ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 503.35 കോടി രൂപയോളം നമ്മുടെ പഞ്ചായത്തിൽ, ത്രിതല പഞ്ചായത്തും അതുപോലെ തന്നെ MLA, ബ്ലോക്ക്, ജില്ല, എല്ലാ വകുപ്പുകളിൽ നിന്നും ഗവൺമെൻറ്റിന് എല്ലാം കിട്ടുന്ന എല്ലാ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇത്രയും പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനസംഖ്യ കൊണ്ടും വിസ്തൃതി കൊണ്ടും ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് മുഖേനയും മറ്റ് ഏജൻസികൾ മുഖേനയും പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി 503 കോടി രൂപയുടെ വികസനങ്ങൾ ഈ ഭരണസമിതി വഴി നടത്തിയിട്ടുണ്ട്. 503.35 കോടി രൂപയുടെ വികസനമാണ് ഈ 5 വർഷം കൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഈ സമൂഹത്തിലേക്ക് എത്തിച്ചത്. ഈ ഭരണസമിതി തുടങ്ങിയത് തന്നെ ഒരു ജനതയെ മരണത്തിലേക്ക് വിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അതായത് കോവിഡ് സമയത്തായിരുന്നു ഭരണം ആരംഭിച്ചത്. അന്ന് കോവിഡ് ബാധിച്ച ആളുകൾക്ക് ക്യാമ്പ് ചെയ്യാൻ സ്കൂളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും ലോഡ്ജുകളും തയ്യാറാക്കി. അവർക്ക് ഭക്ഷണമൊരുക്കാൻ കരുണ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ സ്ഥിരമായി CFLTS ആയി പ്രവർത്തിച്ചു. കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും എത്തിച്ചു നൽകി. അങ്ങനെ ഭീതിയുടെ ഒരു കണിക പോലുമില്ലാതെ പുതുജീവൻ നെടുങ്കണ്ടത്തിന് നൽകി. പിന്നീടങ്ങോട്ട് വികസന പെരുമഴയായിരുന്നു. ആദ്യമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പേര് രാജ്യമെമ്പാടും എത്തിച്ച നെടുങ്കണ്ടത്തിന്റെ നെറ്റിപ്പട്ടമായി നിൽക്കുന്ന സ്റ്റേഡിയത്തെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ഇടുക്കി ജില്ലയിലെ ഏക സ്റ്റേഡിയം. ട്രാക്കുകൾ കൂടാതെ അതിന് നടുവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ മൈതാനവും കൂട്ടിച്ചേർത്ത സ്റ്റേഡിയമാണിത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയവും ഇതുതന്നെയാണ്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റാറ്റസ് ഉള്ള പ്രദേശത്ത് വായു കുറവായിരിക്കും. ആയതിനാൽ ഇവിടെ പരിശീലനം നടത്തിയാൽ ലോകത്തിലെ ഏത് പ്രദേശത്ത് പോയി വേണമെങ്കിലും നമ്മുടെ താരങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുത്ത് അനായാസം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ സ്റ്റേഡിയവും. അതിലുപരി ഗ്രാമപഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഏക സ്റ്റേഡിയം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അടുത്ത കാലത്ത് അവിടെ നടന്ന മത്സരങ്ങളുടെ ഗുണങ്ങൾ നെടുങ്കണ്ടത്തെ വ്യാപാര സമൂഹത്തിന് ലഭിച്ചു. പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ KK ജയചന്ദ്രന്റെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപയും ബഹുമാനപ്പെട്ട MLA MM മണി മന്ത്രിയായിരുന്നപ്പോൾ മുടക്കിയ 12 കോടി രൂപയും ചേർത്താണ് സ്റ്റേഡിയം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്തെയും തലസ്ഥാനത്തെയും വിവിധ മത്സരങ്ങളുടെ പരിശീലനങ്ങളും ഇവിടെ നടക്കുന്നു. വികസന രംഗത്ത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലും ഉടുമ്പൻചോല മണ്ഡലത്തിലും വലിയ മുന്നേറ്റം ഉണ്ടായി ഈ കാലയളവിൽ എന്ന കാര്യം അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോഡ് നിർമ്മാണ രംഗത്ത് അത് ചെറുതും വലുതുമായ നിരവധി റോഡുകൾ, ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ തന്നെയാണ് മണ്ഡലത്തിൽ നിന്നും തുടങ്ങി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി പണിതുകൊണ്ടിരിക്കുന്നു. റോഡ് നിർമ്മാണ രംഗത്ത് 100 കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ നടത്തിയ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും MLA ഫണ്ട് ഉപയോഗിച്ചും നടത്തിയ പ്രവർത്തനം
10 പഞ്ചായത്തിലും മണ്ഡലത്തിലെ 10 പഞ്ചായത്തിലും കാതലായ മാറ്റം കൊണ്ടുവരുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 2 സ്റ്റേഡിയങ്ങളാണ്. 10 കോടി രൂപ മുടക്കുള്ള സ്റ്റേഡിയം ഇപ്പം നിരന്തരം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 40 കോടിയുടെ സ്റ്റേഡിയം പച്ചടിയിൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാവുന്ന ഘട്ടത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് വികസന സദസ്സിന് എല്ലാവിധ ആശംസയും നേരുന്നു. ഭാവി പ്രവർത്തനങ്ങൾക്ക് ഈ സദസ്സ് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാർഷിക മേഖലയിൽ നാളിതുവരെ 27.36 കോടി രൂപയാണ് ചെലവിട്ടിട്ടുള്ളത്. വളവും വാഴവിത്തും കാർഷിക മേഖലയായ ഈ മേഖലയിൽ നാടിന്റെ അഭിവൃദ്ധിക്കും രാജ്യത്തിന്റെ സന്തുലന അവസ്ഥയ്ക്കും ആക്കം കൂട്ടാൻ കാർഷിക മേഖലയിൽ വൻ കുതിച്ചുകയറ്റമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. നാളിതുവരെ 27.36 കോടി രൂപ ചെലവിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. കൃഷിനാശം നേരിട്ടിട്ടുള്ള ധനസഹായം ഉൾപ്പെടെ ഇതിൽപ്പെടും. 2.74 കോടി രൂപ ചെലവിട്ടിട്ടുണ്ട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 5ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഭരണസമിതിക്ക് സാധിക്കും. ജനങ്ങൾ ഞങ്ങളെ ഈ ഭരണസമിതി അധികാരം ഏൽപ്പിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ വർഷവും തുക ചെലവഴിക്കുന്ന അതാത് രീതിയിൽ തന്നെ പദ്ധതിയെല്ലാം പ്ലാൻ ചെയ്ത് വികസന കാഴ്ചപ്പാടോടുകൂടി തന്നെ എല്ലാ തുക ചെലവഴിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. നെടുങ്കണ്ടം മാർക്കറ്റ്, നെടുങ്കണ്ടത്തിൻ്റെ ഉമ്മടി മൂന്നാറിൻ്റെ ഹൃദയഭാഗമായ ടൂറിസം മേഖലയിൽ നെടുങ്കണ്ടത്തിൻ്റെ ആധുനിക മാർക്കറ്റ് 10.5 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് ഇപ്പം ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കൂടിയാണ്. അതുപോലെ ക്രിമിറ്റോറിയം, സഹീദർശൻ പാർക്ക്, വിവിധ മേഖലകളിലെ കമ്മ്യൂണിറ്റി ഹാൾ, അതുപോലെ തന്നെ സബ് സെൻ്ററുകൾ, PHC സബ് സെൻ്ററുകൾ അടക്കം പശ്ചാത്തല മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം മെച്ചപ്പെട്ട നിലയിൽ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. മൃഗസംരക്ഷണത്തിന് 1.94 കോടി രൂപയും മുട്ടക്കോഴി വിതരണവും കന്നുകുട്ടി പരിപാലനം ഒപ്പം ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നെടുങ്കണ്ടം മൃഗാശുപത്രിക്ക് നൈറ്റ് സർവീസിനായി വാഹനവും എത്തിച്ചു. ഇത് പ്രദേശത്ത് രാത്രികാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സാധിച്ചു. പാലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ വികസന പദ്ധതികളായ ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ കാലിത്തൊഴുത്ത് നവീകരണം, പശു യൂണിറ്റുകൾ, കറവയന്ത്ര വിതരണം എന്നിവ ഈ പഞ്ചായത്തിലെ ക്ഷീരവികസനത്തിനായി ഉപയോഗിക്കാൻ സാധിച്ചു. കാലിത്തീറ്റ വിതരണം, പാലിന് സബ്സിഡി, കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി മുതലായവ എത്തിവരുന്നു. നാളിതുവരെ ക്ഷീരവികസനത്തിനായി 1,64,75,330 രൂപ ചെലവിട്ട് ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്താൻ സാധിച്ചു. ആസ്തി സംരക്ഷണത്തിനായി അനുവദിക്കപ്പെട്ട വിവിധ ഗ്രാന്റുകൾ ഗ്രാമീണ റോഡുകളുടെ സംരക്ഷണത്തിനും നിർമ്മാണത്തിനും പുറമെ ഘടക സ്ഥാപനങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും വിനിയോഗിക്കുകയാണ് ഉണ്ടായത്. കോൺക്രീറ്റിന് മുൻഗണന നൽകിക്കൊണ്ടാണ് എല്ലാ വാർഡിലും പാതകൾ നവീകരിച്ചിരിക്കുന്നത്. നാളിതുവരെ ഗ്രാമീണ റോഡുകൾക്ക് 95.94 കോടി രൂപ ചെലവിട്ടാണ് റോഡുകളുടെ നവീകരണത്തിനായി ഈ ഇനത്തിൽ ചെലവഴിച്ചത്. SC/ST പദ്ധതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ലാപ്ടോപ്പുകൾ, വിവാഹ സഹായധനം, സ്വയം തൊഴിൽ കണ്ടെത്തൽ, കലാപരമായ യൂണിറ്റുകൾക്കുള്ള ഫണ്ടുകൾ വിതരണം, ഒപ്പം ആടുവളർത്തൽ, കോഴി വളർത്തൽ, കൂടാതെ അംഗനവാടി പോഷകാഹാര പരിപാടികൾ, കലാമേളകൾ, പരിശീലനങ്ങൾ, പഠന വിനോദ യാത്രകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. 46.21 കോടി രൂപയാണ് ഇതിനായി ചിലവിട്ടത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി വളരെയധികം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ 5 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ റോഡ് കുടിവെള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സമിതിയുടെ ആദ്യ കാലഘട്ടത്തിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് DICകൾ, അതുപോലെ തന്നെ CFLTSകളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എടുത്തു പറയത്തക്കതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2005 ഭരണസമിതിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ LDF ഭരണസമിതി
ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത്, പ്രധാനമായിട്ടും സഹിദർശൻ പാർക്ക്, അതുപോലെ തന്നെ ക്രിമിറ്റോറിയം, അത് 2005 ഭരണസമിതി എം സുകുമാര സാറിൻ്റെ ഭരണസമിതിയുടെ തുടർച്ചയായിട്ടാണ്. പിന്നെ 10 വർഷത്തിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആ പദ്ധതിയെല്ലാം നമുക്ക് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ മാർക്കറ്റ് സമുച്ചയം, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാം നല്ല സഹകരണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് വേണ്ടതെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. നാടിന്റെ സമഗ്രമായ വികസനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ആയുർവേദ മേഖലയിലെ ട്രീറ്റ്മെന്റുകൾ. വാർഡുകൾ തോറും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും കൂടാതെ ചാറൽമേട് ആയുർവേദ ആശുപത്രി നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തി നവീകരിച്ചത് ഈ നാട്ടിന്റെയും ഭരണസമിതിയുടെയും ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായി കാണുന്നു. ആയുർവേദ മേഖലയിൽ നാളിതുവരെ സമഗ്രമായ സംഭാവനകൾക്ക് 3,05,000 രൂപ ചിലവിട്ടു. ICDS മേഖലയിൽ 4,93,05,957 രൂപ ചെലവഴിച്ചു. 2 മോഡേൺ അംഗനവാടികൾ പൂർത്തിയാക്കി. മറ്റ് അംഗനവാടികൾ മെയിൻ്റെനൻസ് ചെയ്യുകയും ചെയ്തു. വൻതുക നൽകി കുട്ടികളെ ഡേ കെയറിൽ ഏൽപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്നും സൗജന്യമായി കുരുന്നുകളെ നോക്കുന്ന ട്രഷ് പ്രവർത്തിച്ചു വരുന്നു. കുഞ്ഞൻ കോളനി അംഗനവാടിയോട് ചേർന്ന് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ ഭരണസമിതി അധികാരമേറ്റിട്ട് 5 വർഷങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ തുടക്കം കോവിഡ് എന്ന മഹാമാരിയുടെ 1ാം വരവും 2ാം വരവും ഈ ഭരണസമിതിക്ക് ഏക പ്രയാസങ്ങൾ ഉണ്ടാക്കിയതാണ്. നിരവധി മനുഷ്യരെ പാർപ്പിക്കേണ്ടതും അവരുടെ രോഗാവസ്ഥയുമെല്ലാം അവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു രോഗം ഈ നാട്ടിൽ പടർന്നു പിടിച്ചപ്പോൾ ഈ ഭരണസമിതി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. ഈ അവസാനിക്കാറാവുമ്പോൾ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 64 കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടതായ രേഖകൾ, ആധാർ, റേഷൻ കാർഡ്, അവർക്ക് വേണ്ട ഭൂമി, അവർക്ക് വീട്, പെൻഷൻ ഇവയെല്ലാം കൊടുത്ത് അവരെ നല്ല രീതിയിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം പ്രവർത്തിച്ചു എന്നതിൽ അങ്ങേയറ്റം അഭിമാനകരമാണ്. കൂടാതെ വയോജനങ്ങൾക്ക് സൗജന്യമായി മരുന്നും ചികിത്സയും ഉറപ്പുവരുത്തി പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും സഞ്ചരിക്കുന്ന ആശുപത്രിയും ഫലപ്രദമാക്കുകയും ഒപ്പം വയോജനങ്ങൾക്കായി എഴുകും വയലിൽ സ്വയം പ്രഭയും പ്രവർത്തിക്കുന്നു. ഈ മേഖലയ്ക്കായി 11.15 കോടി രൂപയോളം ചെലവഴിച്ച് സമഗ്രമായ സംഭാവനകൾ ഈ മേഖലയ്ക്കും നൽകി. മുണ്ടിയിരുമയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ ഹെൽത്ത് സെന്ററിൽ അത്യാധുനിക ലാബ് സംവിധാനം ഒരുക്കി. ചാറൽമേട്, പുഷ്പകണ്ഠം, കോമ്പയാർ, ആനക്കല്ല്, പച്ചടി, കൗന്തി എന്നിവിടങ്ങളിൽ സബ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. 86.82 കോടി രൂപ ചെലവിട്ടാണ് ഈ ഇനങ്ങൾക്കായി അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യപരിപാലന മേഖലയ്ക്കായി ചിലവിട്ടത്. പഞ്ചായത്തിന്റെ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. താന്നിമൂട് ഹോമിയോ ആശുപത്രിയിൽ 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കുകയും ബ്ലോക്കിന്റെ 75 ലക്ഷം രൂപ മുടക്കി ചോറ്റുപാറ ഹോമിയോ ആശുപത്രി നവീകരിക്കുകയും ചെയ്തു. 2020 ഡിസംബർ 30-നാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുന്നത്. ആദ്യം 2 വർഷം ഞാൻ വൈസ് പ്രസിഡന്റും സിജോ നടക്കൻ വൈസ് പ്രസിഡന്റുമായി ആണ് ഭരണം മുന്നോട്ട് പോയത്. ആ കാലഘട്ടത്തിൽ കോവിഡ് എന്ന മഹാമാരി 2ാം തരംഗം തീവ്രമായി വരികയും കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വാർഡ് തലത്തിൽ കോവിഡ് വാക്സിൻ ആദ്യമായി കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ തന്നെ DCC, CFLTs 450 പേർക്ക് 4 നേരം ഫുഡടക്കം കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെ വാക്സിൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു 3 ആംബുലൻസ് രായും പകലുമില്ലാതെ വാർഡുകളിലെ വിവിധ വാർഡുകളിലെ കോവിഡ് രോഗികളെ CFLTസിലും DCCയിലും കൊണ്ടെത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് 1,50,00,000 രൂപ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് മുതൽ മുടക്കിയാണ് ഈ കോവിഡ് വാക്സിൻ അതുപോലെ തന്നെ വാക്സിനേഷൻ സെന്ററും അതുപോലെ തന്നെ DCCയും CFLTസും അവിടെ പ്രത്യേക നഴ്സുമാരെയും ഡോക്ടർമാരെയും ഒക്കെ നിയമിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. മാലിന്യ വിമുക്ത കേരളം നാടിനെ മാലിന്യ വിമുക്തമാക്കാനുള്ള തീവ്രയത്നത്തിൽ ഹരിതകർമ്മസേനയ്ക്കൊപ്പം ഏവരെയും അണിനിരത്താൻ നമുക്കായി. പ്രതിമാസ അജൈവ മാലിന്യ ശേഖരണത്തിനൊപ്പം വീടുകളിൽ ചെറു ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ വിതരണം ചെയ്യുന്നതിലും ശ്രദ്ധ പുലർത്തി
പൊതു ഇടങ്ങൾ മാലിന്യവിമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് ജനപ്രതിനിധികൾ മുമ്പിലേക്ക് ഇറങ്ങിയ ക്യാമ്പയിനുകൾ വളരെ സജീവമായി. എങ്കിലും വലിച്ചെറിയൽ സംസ്കാരത്തിൽ നിന്നും എല്ലാവരും പിന്തിരിയുന്ന അവസ്ഥയിൽ നിന്നും മുൻപിലേക്ക് വരാൻ ഇനിയും ജാഗ്രതായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയും ജാഗ്രതായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം. ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കി തീർക്കുന്നത് ഈ രീതിയിലാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായി പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് പ്ലാന്റുകൾ എത്തിച്ച് തരംതിരിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്ത് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു കാലത്ത് വെട്ടവും വെളിച്ചവും ഇല്ലാതെ കാട്ടുമൃഗങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായിരുന്ന പപ്പിനിമെട്ട് എന്ന കൊടുങ്കാട് ഇപ്പോൾ വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുട്ടികളുമായി ഓരോ കുടുംബങ്ങളും മനസ്സ് ശാന്തമാക്കി സന്തോഷം പങ്കുവയ്ക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ ചേക്കേറുന്ന മാതൃകാ ഇടമാക്കി മാറ്റി. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് സമയം ഇവിടെ വന്ന് നിൽക്കാനുണ്ട്. നെടുങ്കണ്ടം പട്ടണത്തിന്റെ ഒരു നല്ല വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യക്തികളൊക്കെ ഒരുപാട് നേരം ഇവിടെ വന്ന് നല്ലൊരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും ഒക്കെ ഇവിടെ വരാറുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സഹ്യദർശൻ ഹാപ്പിനെസ് പാർക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കൊച്ചു സമൂഹത്തിന് എപ്പോഴും സന്തോഷം പകരുന്ന, സന്തോഷം പ്രകടിപ്പിക്കാൻ സാധ്യതയൊരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിതാക്കളായ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് കിട്ടുമ്പോഴെല്ലാം ഓടിയെത്തുന്നത് ഈ സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥികൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ഞങ്ങളുടെ പാഠഭാഗത്തിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നേർക്കണ്ണോടെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല തന്നെയാണിത്. നെടുങ്കണ്ടം പോലെ ഒരു അർബൻ സിറ്റിയുടെ മധ്യത്തിൽ ഇത്രയും ഭംഗിയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നത് പലർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്, ഫാമിലീസിനെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്, ഞങ്ങളുടെ കൂടെ കുട്ടികളുള്ള ആൾക്കാരുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും വളരെ അതിശയത്തോടെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സഹ്യദർശൻ ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം. പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപയും ടൂറിസം ഡെസിഗേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നൽകിയ 40 ലക്ഷം രൂപയും ചേർത്ത് 90 ലക്ഷം രൂപയാണ് മുടക്കിയത്. നമ്മുടെ നാട്ടിൽ തന്നെ 5 സെന്റിൽ താഴെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന പാവങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ തന്നെ കുഴി തോണ്ടി അടക്കം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ 90 ലക്ഷം രൂപയോളം പഞ്ചായത്ത് മുടക്കി പൊതുശ്മശാനം നവീകരണത്തിലൂടെ ജാതിമത ഭേദമന്യേ അവനവന്റെ ആചാര അനുഷ്ഠാന പ്രകാരം തന്നെ 5 മിനിറ്റ് കൊണ്ട് മൃതദേഹം ദഹിപ്പിക്കുവാൻ കഴിയുന്ന ക്രിമിറ്റോറിയം ആക്കി മാറ്റി പൊതുശ്മശാനം നവീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. 2023 മാർച്ച് 13 പ്രസിഡന്റായിട്ട് ഞാൻ ചാർജ് എടുക്കുന്നത്. ആ കാലഘട്ടം മുതൽ മാർക്കറ്റിൻ്റെ പണികൾ ഏതാണ്ട് 3 കോടി രൂപയോളം പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നെടുത്താണ് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഏതാണ്ട് 2023 ആഗസ്റ്റോടെയാണ് അതിൻ്റെ ലോണിൻ്റെ നമ്മളൊരു 5 കോടി രൂപ ലോണായിട്ട് എടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രാഥമിക പേപ്പറുകളൊക്കെ ആ സമയത്താണ് നീക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സഹ്യദർശൻ പാർക്കിന് DTPCയുടെ 50 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയും മാമ്പടി സ്കൂളിന് 13 ലക്ഷം അനുവദിച്ചിരുന്നു. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു നെടുങ്കണ്ടം ടൗണിൽ ഒരു മാർക്കറ്റ് സമുച്ചയം. നാട്ടിലെ ആളുകൾ ഫുട്പാത്തിലും വാഹനത്തിലുമൊക്കെ കച്ചവടം ചെയ്തപ്പോൾ
സ്വന്തമായ ഒരു കടമുറി അവന്റെ സ്വപ്നമായിരുന്നു. അതിന് പരിഹാരമായിരുന്നു നെടുങ്കണ്ടം ടൗണിലെ ഈ കെട്ടിട സമുച്ചയം. ഒപ്പം നമ്മുടെ ആദ്യകാല വ്യാപാരികളെ ചേർത്തു പിടിച്ചുകൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന നിലയിൽ ഓപ്പൺ മാർക്കറ്റ് ഉൾപ്പെടെ ഒരു സ്വപ്ന സമുച്ചയമാണ് നെടുങ്കണ്ടം ജനതയ്ക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കിയത്. ഇതിനായി 19 കോടി അനുവദിച്ചതിൽ ആദ്യഘട്ടമായ 8 കോടി രൂപ മുടക്കിയാണ് മാർക്കറ്റ് സമുച്ചയം ഇപ്പോൾ പണികഴിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്തിന് അനുസൃതമായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തുടങ്ങുന്നു. അടിസ്ഥാന സൗകര്യമെന്ന നിലയിൽ ഇരുനിലയിൽ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒപ്പം നെടുങ്കണ്ടം KSRTC സ്റ്റാൻഡിന്റെ പണികളും പൂർത്തിയാക്കുന്നു. പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും പിന്നീട് ചെറിയൊരു ദൂരം മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത്. ചാറൽമേട് അംബേദ്കർ കോളനിയായി പ്രഖ്യാപിക്കുകയും ആദ്യഘട്ടം 1 കോടി രൂപ സർക്കാർ അനുവദിച്ച് പണി തുടങ്ങുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് ഇരുനിലകളിലായി വൃദ്ധമന്ദിരവും പകൽ വീടും ചാറൽമേട്ടിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. കോമ്പയാറ്റിൽ 30 ലക്ഷം രൂപ മുടക്കി കമ്മ്യൂണിറ്റി ഹാൾ പണിയുകയും മറ്റു വാർഡുകളിൽ നിരവധി കമ്മ്യൂണിറ്റി ഹാളുകൾ മെയിൻ്റെയിൻസ് ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനുകളിലൊന്നായ മലയോര മേഖലകളിലൊന്നാണ് നെടുങ്കണ്ടം. ടൂറിസം മേഖലയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികളാണ് ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്നത്. തൂവലരുവിയിലും ആമപ്പാറയിലും 100 കണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത്. ഡെസ്റ്റിനേഷൻ ചാർജിന്റെ ഭാഗമായി 50 ലക്ഷം രൂപ DTPCയും 50 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും വെച്ച് 1 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് തൂവലരുവി ചെയ്യുന്നത്. താഴെയുള്ള പ്രദേശത്തോട്ട് നമ്മൾ പാത്ത് വേ ഇവിടെ വരെ സംഘടിപ്പിക്കും. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഒരു റോപ്പ് വേ ഉണ്ട്. ഇവിടെ കയറുന്ന ഇവിടുന്ന് അവിടെ ഇറങ്ങിപ്പോകാനുള്ള സംവിധാനമുണ്ട്. അവിടെയായിട്ടൊരു സ്നാക്ക് ബാർ സംവിധാനമുണ്ട്. ഏറ്റവും താഴെ ഒരു 5 സെൻറ്റ് സ്ഥലം ആ കുട്ടവഞ്ചി ഇടാൻ പറ്റുന്ന സൗജന്യമായിട്ട് തരാതെ പോയിട്ടുണ്ട്. അവിടെ ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് കൂടെ കൈകാര്യം ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ്. സഞ്ചാരികൾ അനൗദ്യോഗികമായി വരുന്നുണ്ട്. പിന്നെ ഔദ്യോഗികമായി മാറ്റിയാൽ പഞ്ചായത്തിന് വലിയ വരുമാനവും സഞ്ചാരികളുടെ ഒഴുക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. ആ നിലയിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ്. ഈ വർഷം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തന പരിപാടിയിൽ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായത് അംഗീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആമപ്പാറയിലെ സോളാർ പാടം ഒരു പ്രത്യേകത തന്നെയാണ്. ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള വഴികൾക്ക് പുറമെ നെടുങ്കണ്ടം ടൗണിൽ തലയെടുപ്പോടെ നിൽക്കുന്ന 2 വെയിറ്റിംഗ് ഷെഡുകൾ MLA ശ്രീ MM മണിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു. 10 കോടി 75 ലക്ഷം രൂപ അർഹതപ്പെട്ട 5600 പേരിലേക്ക് പെൻഷൻ എത്തിക്കുവാൻ സാധിച്ചു. പെൻഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആശ്വാസമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ആ കിട്ടുന്ന പൈസയും കൊണ്ട് സന്തോഷമായിട്ട് ശകലം ഡ്യൂട്ടി ചെലവ് നടക്കും. പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം 13 കോടി 26 ലക്ഷം രൂപ രോഗികളിൽ എത്തിച്ചു. എടുത്തു പറയേണ്ട ഒന്നാണ് പഞ്ചായത്തിലെ ലൈബ്രറി. എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് സാക്ഷരതാ ഭവനിൽ സൗജന്യ PSC സ്വയം പരിശീലന കേന്ദ്രവും പ്രവർത്തിക്കുന്നു. പഞ്ചായത്തിൽ നിരക്ഷരരുടെ എണ്ണം കുറച്ച് എല്ലാവർക്കും സാക്ഷരത നേടിക്കൊടുക്കുകയും എല്ലാ വാർഡുകളിലും തുല്യ പരീക്ഷ വഴി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരുക്കുകയും ഡിജി കേരള പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തതിൽ സാക്ഷരതാ പ്രേരകരുടെ പങ്ക് വലുതാണ്. നാടിന്റെ പുതുതലമുറയെ നല്ല വ്യക്തികളാക്കി വാർത്തെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് സ്കൂളിൽ തുടർന്നു വരുന്നത്. വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി അവാർഡുകളാണ് സ്കൂളിന് ലഭിച്ചിട്ടുള്ളത്. സ്കൂളിലെ പുതിയ കെട്ടിടം പണിയിക്കാനായി 1 കോടി രൂപ ബഹുമാനപ്പെട്ട MLA ശ്രീ MM മണി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ സിബി പോൾ, നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ ഹെഡ്മാസ്റ്ററാണ്. കഴിഞ്ഞ 5 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി
വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഈ സ്കൂളിന് ആയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ബഹുമാന്യനായ MLA ശ്രീ MM മണി ആശാൻ്റെയും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിൽ വലിയ പങ്ക് ഉണ്ടായിട്ടുണ്ട്. 1,20,00,000 രൂപയോളം നമ്മുടെ സ്കൂളിന് ഈ 5 വർഷങ്ങളിലായി ലഭിച്ചു. 100 ജോഡി ബെഞ്ചും ഡെസ്കും, അതുപോലെ ടോയ്ലറ്റ് സൗകര്യം, ഏകദേശം 6 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് നമുക്ക് ലഭിച്ചു. അടിസ്ഥാന സൗകര്യം വർദ്ധിച്ചതോടെ നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികളുടെ ഒരു വലിയ കുതിപ്പ് ഉണ്ടായി. പുതുതായിട്ട് 4 ഡിവിഷനുകൾ ഈ സ്കൂളിൽ ഉണ്ടായി. അതുപോലെ തന്നെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികൾ എത്താനായി നമ്മുടെ ബഹുമാന്യനായ MLA അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു ബസ് കൂടെ നമുക്ക് അനുവദിച്ചു നൽകി. ചുരുങ്ങിയ കാലം കൊണ്ട് നെടുങ്കണ്ടത്തെ ഒരു പ്രധാന സ്കൂളായി പഞ്ചായത്ത് UP സ്കൂൾ മാറാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നീക്കങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പുഷ്പകണ്ണ സ്കൂളും അതിന്റെ പ്രവർത്തനങ്ങളും കൂടാതെ വർണ്ണക്കൂടാരവും വളരെ ശ്രദ്ധേയമാണ്. തീർത്ഥാടന കേന്ദ്രം കൂടിയായ നെടുങ്കണ്ടം പള്ളിയിലേക്കുള്ള റോഡ് വെഞ്ചരിപ്പിന് മുന്നേ തന്നെ പണി കഴിപ്പിച്ചു. കൂടാതെ കുടിവെള്ള സമുച്ചയത്തിനുള്ള ജൽജീവൻ മിഷന്റെ പണികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടാതെ നല്ല ശുദ്ധജലത്തിനായി ജൽജീവൻ മിഷന്റെ സംരംഭങ്ങളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്നാറ്റിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അനുവദിച്ച 5 കോടി രൂപ മുടക്കി ചെക്ക് ഡാം പണി പുരോഗമിക്കുന്നു. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് തൂക്കുപാലത്ത് അമ്യൂണിറ്റി സെന്റർ പ്രവർത്തിക്കുന്നു. തൊഴിലുറപ്പ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നിരവധി അവാർഡുകളാണ് പഞ്ചായത്ത് കരസ്ഥമാക്കിയത്. കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷന്റെ 6,40,00,000 രൂപ, കേരള വനിതാ വികസന കോർപ്പറേഷന്റെ 3,93,11,000 രൂപ, ഗവൺമെന്റ് സബ്സിഡി 2,46,09,475 രൂപ, മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പദ്ധതിയുടെ വിഹിതം 2,32,10,334 രൂപ, കോവിഡ് ഗ്രാന്റ് 3,68,100 രൂപ, അങ്ങനെ 13.9 കോടി രൂപ കുടുംബശ്രീ വഴി ജനങ്ങളിലേക്ക് എത്തിച്ചു. കൂടാതെ കല്ലാറ്റിൽ തയ്യൽ പരിശീലന കേന്ദ്രവും, നെടുങ്കണ്ടത്ത് ബ്യൂട്ടി പാർലറും, താന്നിമൂട്ടിൽ ന്യൂട്രി മിക്സുമായി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. പാലിയേറ്റീവിന്റെയും ആശാ വർക്കറുടെയും പ്രവർത്തനങ്ങൾ ഭരണസമിതിക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാനും അറിയുവാനും സാഹചര്യം ഒരുക്കി. 4,72,00,000 രൂപ ലൈഫ് മിഷൻ വഴിയുള്ള വീടുകൾക്കും വീടും സ്ഥലവും ഇല്ലാത്തവർക്കും നൽകുകയും ചെയ്തു. നിരവധി വീട് മെയിൻ്റനൻസുകൾ ചെയ്തു. ശൗചാലയങ്ങൾ, ആട്ടിൻകൂട്, തൊഴുത്ത്, കോഴിക്കൂട് എന്നിവ കൊടുത്തു കഴിഞ്ഞു. ടൗണിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ക്യാമറകളും സ്ഥാപിച്ചു. ഇത് സാമൂഹ്യവിരുദ്ധരുടെ ശല്യങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചു. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിരുന്നത് രാത്രികാലങ്ങളിൽ വെട്ടമില്ലാതെ സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. ഹോസ്പിറ്റലിലേക്കും മറ്റ് ആരാധനാലയങ്ങളിലേക്കും കടകളിലേക്കും ഹൈമസ്റ്റ് ലൈറ്റുകളും ഒപ്പം തന്നെ വാർഡുകളിൽ മുഴുവനും ലൈറ്റുകളും സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പഞ്ചായത്തിലെ കുട്ടികൾ തന്നെ കൂടുതൽ പഠിക്കുന്നതിനു വേണ്ടി സ്പോട്ട് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്ത് ഒരുക്കി. പോളിടെക്നിക്, SMV, IHRD, B.Ed എന്നീ കോളേജുകൾ നെടുങ്കണ്ടത്തിന് വിദ്യാഭ്യാസ ഉണർവ് നൽകുന്നതാണ്. B.Ed കോളേജിലെ 5 വർഷ കോഴ്സായ PG വിത്ത് B.Edനു വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ MM മണിയുടെ 3 കോടി രൂപയും യൂണിവേഴ്സിറ്റിയുടെ 50 ലക്ഷം രൂപയും ചേർത്ത് പഞ്ചവത്സര B.Ed കോളേജിനുള്ള ബഹുനില മന്ദിരമാണ് തറക്കല്ലിട്ടത്. കലാപരമായ പ്രവർത്തനങ്ങൾക്കും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. കേരളോത്സവവും ഓണാഘോഷവും വലിയ പങ്കാളിത്തത്തോടുകൂടി ഉത്സവമാക്കി മാറ്റാറുണ്ട്. സർക്കാർ 2.5 കോടി രൂപ മുടക്കി ട്രഷറി കോമ്പൗണ്ടിൽ സ്റ്റാമ്പ് ഡിപ്പോ സ്ഥാപിച്ചു. നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ, ഒപ്പം നമ്മുടെ നാട്ടിലെ കലാസാംസ്കാരിക പരിപാടികൾ നടത്തുവാൻ കഴിയുന്ന പച്ചടിയിലെ ഇൻഡോർ സ്റ്റേഡിയവും ഒരു മുതൽക്കൂട്ടാണ്. ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായി നിൽക്കുന്നത് MLA ശ്രീ MM മണിയുടെ ഫണ്ടിൽ നിന്നും 180 കോടി രൂപ മുടക്കി ബഹുനില കെട്ടിടങ്ങളിലായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ആശുപത്രി തന്നെയാണ്. ഇത് എടുത്തു പറയേണ്ടതാണ്. ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന DIC സെന്റർ, അതായത് കുഞ്ഞിന് ഭ്രൂണാവസ്ഥയിൽ തന്നെ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തി ചികിത്സിക്കുന്ന ജില്ലയിലെ ഏക കേന്ദ്രമാണ് DIC. അതിന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ താലൂക്ക് ആശുപത്രിക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്തും കൈകോർത്താണ്
ഡയാലിസിസ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചത്. MLA ശ്രീ MM മണിയുടെ ഇടപെടലിൽ സർക്കാരിന്റെയും MLAയുടെയും വിവിധ വകുപ്പുകളുടെയും 378.8 കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2.77 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 9.5 കോടി രൂപയും ചേർത്ത് റോഡ്, സ്ഥാപനങ്ങൾ, വിവിധ ജനക്ഷേമ പദ്ധതികളും വഴി 503.35 കോടി രൂപയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്ത വികസന പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിത നിലവാരവും മാനസികവും സാംസ്കാരികവുമായ വളർച്ചയും ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. നാം ആരുടെയും പിന്നിലല്ല എന്ന വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുമിക്കാം, തുടരാം. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, ജീവനക്കാർ, അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സും ടീമും, ഘടകസ്ഥാപന ഓഫീസർമാരായ മെഡിക്കൽ ഓഫീസർമാർ, കൃഷി ഓഫീസർമാർ, ഹെഡ് മാസ്റ്റേഴ്സ്, ICDS സൂപ്പർവൈസർമാർ, VOമാർ, കൂടാതെ തൊഴിലുറപ്പ് പദ്ധതി ടീം, കുടുംബശ്രീ CDS, ആശാ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഏറ്റവും മികച്ച സേവനം ജനങ്ങൾക്കെത്തിക്കാൻ ഭരണസമിതിക്കായി എന്നത് അഭിമാനത്തോടെ അറിയിക്കട്ടെ. ഒപ്പം നിന്ന ഈ ടീമിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുവാനും ഈ അവസരം പ്രയോജനപ്പെടുത്തട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.